പാർട്ട്നേഴ്സിനെ പറ്റി എന്നെ പറ്റിയല്ലോ ചർച്ച പ്രസ് മീറ്റ് അല്ലല്ലോ എന്റെ ബുക്കിംഗ് പറയേണ്ട പ്രസ് മീറ്റ് അല്ലോ. ഏതാ വിട്ടു ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് ഏതാന്ന് ചോദിക്കും. എനിക്ക് ആലോചിക്കണം. ഞാൻ ഇതേപോലെ സിനിമയില് ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് രണ്ട് പെർസ്പെക്റ്റീവാണ്. സോ ഡെഫിനറ്റ്ലി ഇൻ സിനിമ അങ്ങനെ ഒരു ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും. ഇവിടെ പിന്നെ ഓമറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യത്തെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവണം. ഫോൺ ഇറന്നിട്ടാണോ ഷൈൻ വൈറലായത്? അങ്ങനെയല്ലോ. ഇത്രയും ബുദ്ധിമാന്മാരുടെ നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവനായിരിക്കും നീയാണോ പറഞ്ഞത് ചോദ്യം ചോദിക്കാൻ? ഇത് കട്ട് എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനേക്കാളും. അത് സത്യമല്ലേ? നമ്മളെ ടേസ്റ്റ് വ്യത്യാസം പറ്റില്ലല്ലോ. ഇന്റർകണക്ഷനും ഡ്രാമയൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ടല്ലോ. ഇത്രയധികം കമ്മിറ്റ്മെന്റ്സിന്റെ ഇടയിൽ പാർട്ട്നേഴ്സിന്റെ കഥ മാത്രം ഓർത്ത് വെക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴികൾ ഞാൻ പല സ്ഥലത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഏട്ടന്റെ സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ കുറച്ച് അങ്ങനെ നോക്കുമ്പോ കഥ ഇഷ്ടപ്പെട്ട് ഞാൻ അവസാനമായിട്ട് ചെയ്ത സിനിമയാണ് ഏതാന്ന് ചോദിക്കും. എനിക്ക് ആലോചിക്കണം. അപ്പൊ നമ്മള് അങ്ങനൊരു എനിക്ക് തോന്നില്ല നമ്മള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പെർഫെക്റ്റ് ഒരു കഥയോ സ്ക്രീൻ പ്ലേയോ അങ്ങനെ ഒരു സാധനം അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. അപ്പം ഏട്ടന്റെ സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളായിക്കോട്ടെ, അപ്പൊ കിട്ടുന്ന സംഭവം ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു ആക്ടിങ് പ്ലാനോ അല്ലെങ്കിൽ കരിയർ പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് എന്ത് സിനിമയും അല്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളതുകൊണ്ട് ബോണസ് എന്ത് കിട്ടിയാലും ബോണസ് അല്ലേ? ഇങ്ങനത്തെ ടൈം സിനിമകൾ ജീവിതത്തിന് റിയാലിറ്റിയിൽ ഒരു സാധ്യത ഉണ്ടാവോ? ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യോ? അതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് വേണ്ടില്ല, പൊതുവിൽ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ അത് ഭയങ്കര വിവരക്കേടല്ലേ? അങ്ങനെ നമ്മളെ ഒരു സിനിമ കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമോശമല്ലേ അല്ലേ? ആ രീതിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞാലും ദൃശ്യത്തിന്റെ ആയിക്കോട്ടെ, സ്മോക്ക് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ സിനിമയിൽ ഞാൻ അച്ഛൻ കണ്ടിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ട് ഫാനായിട്ട് സിഗരറ്റ് വലിച്ച തുടങ്ങിയാണ്. അതേ ഏട്ടൻ അച്ഛൻ വലിക്കുന്ന കണ്ടിട്ട് ഒരിക്കലും ജീവിതത്തിൽ വലിക്കരുത് എന്ന് രണ്ട് പെർസ്പെക്റ്റീവാണ്. അപ്പൊ സിനിമ എന്നുള്ളതല്ലേ, നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാവാം, എല്ലാത്തിനും നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. സിനിമ ആ രീതിയിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ്. നമ്മള് കാണുന്നതും അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് സിനിമ. ആ രീതിയിൽ സിനിമ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ ഡെഫിനറ്റ്ലി ആൾക്കാരെ സിനിമ ഒരു പരിധി കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് പോലെയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇൻ സിനിമ അങ്ങനെ ഒരു ഫോർമുലയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് മനസ്സിലാകും.
ഇപ്പൊ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന നടന്മാരിൽ ഇപ്പം ധ്യാനേട്ടനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പട്ടം ഉണ്ടല്ലോ. അപ്പൊ നിലവില് ഇപ്പൊ എത്ര പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോ ഈ ഒരു ടൈമിൽ? കുറെ പടമുണ്ട്. ഇപ്പൊ ദിലീപേട്ടനോട് ഇവിടെ പിന്നെ ഓമറിന്റെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളിലും അത്യാവശ്യത്തെ ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു പോകുന്നു. അപ്പൊ ഒരു 10 വർഷം കൂടെ ഇങ്ങനെ പോകും. പോകും, കുറച്ച് വർഷം പോകും. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിനിടയിലൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അതൊക്കെ മാറ്റേഴ്സ്. എത്ര വർഷം നമ്മൾ പോകണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ നല്ല മനുഷ്യനായിട്ട് അത് മാറ്റേഴ്സ് ഡെഫിനറ്റ്ലി. അഭിനയിക്കുന്ന സിനിമകളൊന്ന് ഗ്യാപ്പ് എടുത്തിട്ടോ മാറ്റി വെച്ചിട്ടോ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് 2027-ലോ 27-ലോ എത്തും. അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനെ സംവിധാനം ചെയ്യാന്ന് വിചാരിച്ചിരിക്കും. അടുത്ത വർഷം അവസാനമൊക്കെ നായകൻ ഒരാള് മനസ്സിലുണ്ട്. അപ്പൊ അത് ഇങ്ങനെ നായകൻ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാം. പിന്നെ ഉറപ്പായിട്ടും ഇല്ലേ. ആദ്യം അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ ചിലപ്പോ വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനെന്നെ അറിയുമല്ലോ. ഉണ്ട്. അല്ല അപ്പൂന് അങ്ങനത്തെ പഴയ സിനിമകളും അപ്പൂ പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പോ മലയാള സിനിമ അധികം ഇല്ല. അതിനെ കുറിച്ച് അപ്പൂന് യാതൊരു ഐഡിയ പോലും. അപ്പോ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചത്. ധ്യാൻ ചേട്ടാ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ധ്യാൻ ചേട്ടനോട് ധ്യാൻ ചേട്ടനോട് ഒരു ഇന്റർവ്യൂ എങ്കിലും ഇരിക്കണം എന്നുള്ള ആഗ്രഹമാണ് തോന്നുന്നു. പറഞ്ഞാൽ ഇത്രയും പേര് പറഞ്ഞാൽ ധ്യാൻ ചേട്ടനോട് ഒരു ഇന്റർവ്യൂ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെന്ന് തോന്നുന്നു. അല്ല ശരിക്കും ധ്യാൻ ചേട്ടൻ എന്നൊരു ആക്ടറിനേക്കാൾ ഒരു ഇന്റർവ്യൂ എന്ന ലെവലിലേക്ക് എന്താ പറയാ ഒരു സ്റ്റാർ എന്ന ലെവലിലോട്ട് നിൽക്കുന്നവർ എന്താ അങ്ങനെയല്ല ഒരിക്കലല്ല. അപ്പൊ ധ്യാൻ ചേട്ടന്റെ വാല്യൂ ഉണ്ടല്ലോ അത്ര നിൽക്കുമല്ലോ. അപ്പൊ ഇന്റർവ്യൂ ധ്യാൻ ചേട്ടൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഓൺ ആവും, അല്ലെങ്കിൽ അത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള ലെവലിലോട്ടാണ് നിൽക്കുന്നത് ധ്യാൻ ചേട്ടൻ. കണ്ടന്റൊക്കെ തീരാറായാണ്. നമ്മള് ഇതിനോടൊപ്പം തന്നെ സിനിമയും വിജയിച്ചാൽ മാത്രമേ നമ്മളൊക്കെ ഗ്രൂപ്പുള്ളൂ ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ടെക്നീഷ്യന്മാർ, ക്രിയേറ്റേഴ്സ്. അപ്പം ഇത് സിനിമയാണല്ലോ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം. അപ്പം ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞ നമ്മളൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കോഎക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സിനിമ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ ഇല്ല, ഇന്റർവ്യൂ ഇല്ലെങ്കിൽ നിങ്ങളില്ല, നമ്മളില്ല. നിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ചോദ്യം. അങ്ങനെയല്ലോ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സിനിമകളിലൂടെയാണല്ലോ ദിലീപേട്ടനെ ഈ കുട്ടികൾക്കൊക്കെ അറിയാമോ? പേര് പോലും അറിയില്ലായിരിക്കും ചിലപ്പോ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ. പക്ഷെ പുള്ളി ചെയ്ത സിനിമകളാണ് ആലോചിക്കുന്നത്. സിനിമകളൊന്നും തന്നെ എന്റെ ഇന്റർവ്യൂ മനസ്സിലാക്കാൻ ഒരു കുറച്ചുകൂടെ വളരണം അല്ലേ? അവര് വളർന്നു വരുമ്പോ മനസ്സിലാക്കിക്കൊള്ളൂ. അങ്ങനെയുള്ള ആരാധന ഉണ്ടാക്കിയെടുക്കണ്ടേ എന്നാലേ നിലനിൽക്കുള്ളൂ. വാശിന് അങ്ങനെയല്ല, ഒരു ഫെസ്റ്റിവൽ അല്ലേ. ഫെസ്റ്റിവൽ ആകുമ്പോ നമ്മള് ഫെസ്റ്റിവൽ ഒരു ഫ്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മളിപ്പോ നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര അവര് ഇപ്പൊ അതിനുശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ഞാൻ തമാശക്ക് പറഞ്ഞാണ്. നമ്മളൊക്കെ പറഞ്ഞൊരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും കാരണം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു, വെഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷാവകാശത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തക ഹോട്ടൽ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഓളത്തിന് ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം നല്ല സിനിമ. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ താഴ്ത്തി കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷങ്ങൾ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും
സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറൊരു സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെട്ടു. എനിക്ക് കണ്ടപ്പോ ആവേശമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അടുത്തതിനേക്കാളും. അത് സത്യമല്ലേ, നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം പറ്റില്ലല്ലോ. അല്ല, ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, ഇപ്പം ഇതിന് അന്ന് ഓടാത്ത സിനിമയെന്ന് അച്ഛൻ പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരും, അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 days വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 4-ാം ദിവസം തൊട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, പടം മുഴുവൻ വരുന്നുണ്ടാവും. പിന്നെ കൊള്ളവരാം. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാതെ കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 days വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് കാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നല്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് പറഞ്ഞു ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്ദു ഒന്നുമില്ലല്ലോ ഇതിനകത്ത്. അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവണം. ഇതപ്പോ പക്കയായിരിക്കും. അങ്ങനല്ല, അങ്ങനെയാണെന്ന്. ചേട്ടാ ഷൈൻ ടോക്ക് ചാക്കോ ചേട്ടനാണെങ്കിൽ ഫോൺ ഇറങ്ങിയിട്ടാണല്ലോ വൈറലായത്. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂസിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറിയാൻ നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഫോൺ ഇറങ്ങിട്ടാണോ ഷൈൻ വൈറലായത്? അങ്ങനെയല്ലോ. കൂടുതൽ എല്ലാവരും കണ്ടതായ ഇന്റർവ്യൂ ഇത്രയും ബുദ്ധിമാന്മാരുടെ നിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവനായിരിക്കും നീയാണോ പറഞ്ഞത് ചോദ്യം ചോദിക്കാൻ? ഇത് കട്ട് ചെയ്ത് എനിക്ക് ചിന്ത പറയാം.